മക്കൾസ് ഹലോ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. മക്കളെ, ഈ വീഡിയോയിൽ നിങ്ങളുടെ എക്സാമിന് വരാൻ ഏറ്റവും സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒരു 15 മിനിറ്റിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 20 മാർക്കെങ്കിലും സാധാരണഗതിയിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. വളരെ പെട്ടെന്ന് ഓക്കെ. ഇതിൽ പലതും ഞാൻ പലതവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ബട്ട് സോ ഇമ്പോർട്ടൻറ്റ്. യൂട്രസിൻ്റെ വാളിലുള്ള 3 ലെയറുകൾ നിങ്ങളോട് ചോദിക്കും. സ്ഥിരം ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. 3 ലെയർ. ഏറ്റവും പുറത്തെ ലെയർ പെരി, നടുവിൽ മയോമെട്രിയം, ഉള്ള എൻഡോമെട്രിയം. ഇതിൽ ഏത് ലെയറാണ് ഗ്ലാൻഡുലാർ ആയിട്ടുള്ള, അതുപോലെ എല്ലാ മാസവും ചേഞ്ച് നടക്കുന്ന ലെയർ? ദറ്റ് ഈസ് എൻഡോമെട്രിയം. ഏത് ലെയറാണ് എല്ലാ മാസവും ചേഞ്ച് നടക്കുന്നത്? ഈ എൻഡോമെട്രിയം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ നോക്കൂ, ഒരു ഫണലിൻ്റെ ഷേപ്പുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഫണ്ടിബുലം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. എന്താണ് ഇൻഫണ്ടിബുലം? ഈ ഇൻഫണ്ടിബുലത്തിലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ്റെ പേര് ചോദിച്ചാൽ, ഫിംഗർ പോലെയുള്ള പ്രൊജക്ഷൻ്റെ പേര് ഫിംബ്രിയെ. ഇനി വീതി കൂടിയ ഭാഗം ശരിക്കും ഈ ഒരു ഏരിയയാണ് കേട്ടോ. ഞാൻ വരച്ചത് നോക്കണ്ട, ശരിക്കും ആ ഭാഗമാണ് വീതി കൂടുതൽ. ദറ്റ് ഈസ് കോൾഡ് ആംപ്യുല്ല. ഇനി ചോദിക്കുകയാണ്, യൂട്രസിനോട് ഏറ്റവും അടുത്തുള്ള ഭാഗം, യൂട്രസ് ഗർഭാശയത്തോട് അടുത്തുള്ള ഭാഗം ഏതാണ്? ഇസ്തമസ്. അതാണ് നാരോ, ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഇസ്തമസ് ആണ്. ഇറ്റ്സ് എ ഷ്യൂർ ക്വസ്റ്റ്യൻ. നൗ ഐഡന്റിഫൈ 2 ടൈപ്സ് ഓഫ് സെൽസ് ഇൻസൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ. അതിനകത്തുള്ള 2 ടൈപ്പ് സെല്ലുകൾ. ഒന്ന് സ്പെർമാറ്റോഗോണിയമാണ്, 2 സെർട്ടോളി സെല്ലാണ്. 2 പേരുടെയും ഫംഗ്ഷൻ പഠിക്കണം. സ്പെർമാറ്റോഗോണിയം അണ്ടർഗോ മിയോസിസ് ടു ഫോം സ്പേം. സ്പെർമാറ്റോഗോണിയത്തിന് മിയോസിസ് നടന്നാണ് സ്പേം ഉണ്ടാകുന്നത്. എന്നാൽ സെർട്ടോളി സെല്ലോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്പേമുകൾക്ക് ആവശ്യമായ നറിഷ്മെൻറ്റ്, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വസ്തുക്കളെ പ്രൊവൈഡ് ചെയ്തു കൊടുക്കും. ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ഡെവലപ്പിംഗ് സ്പേംസ്. ഡെവലപ്പിംഗ് സ്പേമുകൾക്ക് നറിഷ്മെൻറ്റ് കൊടുക്കും. നൗ ദ ക്വസ്റ്റ്യൻ നോക്കൂ, 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകളിൽ നിന്ന്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം കിട്ടും? 100 കിട്ടും. എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് 25 പ്രൈമറി ഊസൈറ്റ്, ഇതിന് പകരം പ്രൈമറി ഊസൈറ്റ്, 25 പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര ഓവം കിട്ടുമെന്ന് ചോദിച്ചാൽ 25 ഓവം മാത്രമാണ് കിട്ടുക. കാരണം ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം കിട്ടുമ്പോൾ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരൊറ്റ ഓവമാണ് കിട്ടുക. നൗ സ്പെർമാറ്റോജെനിസിസിൻ്റെയും ഊർജെനിസിൻ്റെയും ഡയഗ്രാം തന്നുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. സോ ഈ സാധനങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. ഇതാണ് പോളാർ ബോഡി അല്ലേ, ഇതാണ് പോളാർ ബോഡീസ്. ഓക്കെ. അപ്പോൾ പോളാർ ബോഡി ഉണ്ടാകുന്നത് ഊജെനിസിസും അല്ലാത്തത് സ്പെർമാറ്റോജെനിസിസും. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്ര പറയാം. 4 sperms are produced from a primary spermatocyte, but only 1 ovum is produced from a primary oocyte. So that is the difference. Now this diagram is so important. NCERT-യിലുള്ള നമ്മുടെ ഓവറിയുടെ ഡയഗ്രാമാണ്. അതിനകത്തുള്ള കംപ്ലീറ്റ് സ്ട്രക്ചറുകൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം. പ്രൈമറി ഫോളിക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ടെർഷ്യറി ഫോളിക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രേഫിയൻ ഫോളിക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓവുലേഷൻ കാണിച്ചിട്ടുണ്ട്, ദെൻ അത് കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ പഠിക്കണം. കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. എന്താണ് കുട്ടികളെ? ഇറ്റ് പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ അല്ലേ. ഫീമെയിൽ ഓവറിയിലുള്ള പ്രൊജസ്റ്റിറോൺ, ഫീമെയിൽ ഓവറിയിൽ നിന്ന് വരുന്ന പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻസ്ട്രൽ സൈക്കിളിലെ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്റ്റിറോണിൻ്റെയും ലെവലുകൾ തന്നുകൊണ്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഫോളിക്കുലാർ ഫേസിൽ കൂടി വരുന്ന ഹോർമോൺ ഏതാണോ അയാളാണ് ഈസ്ട്രോജൻ. അയാളുടെ ബാക്കി ഫേസിൽ എന്താ സംഭവിക്കാൻ ചോദിക്കും. ലൂട്ടിയൽ ഫേസിൽ അയാൾ ഒന്ന് കുറയും, എന്നിട്ട് വീണ്ടും കൂടും. എന്നാൽ പ്രൊജസ്റ്റിറോണിൻ്റെ പ്രത്യേകത എന്താ? അത് ലൂട്ടിയൽ ഫേസിൽ മാത്രമേ കൂടുകയുള്ളൂ, ഒരൊറ്റ തവണ മാത്രമാണ് കൂടുക. ഫോളിക്കുലാർ ഫേസിൽ കൂടാത്ത ആളാണ് പ്രൊജസ്റ്റിറോൺ. സോ അത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ മസ്റ്റായിട്ട് ചോദിക്കും. പ്രൊജസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താ? മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ ഫംഗ്ഷനെ നിലനിർത്തുക എന്നുള്ളതാണ് അയാളുടെ ഫംഗ്ഷൻ. നോക്കൂ മക്കളെ, എല്ലാ കോപ്പുലേഷനും പ്രഗ്നൻസിയിലേക്ക് നയിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് നയിക്കാത്തത്? കാരണം പ്രഗ്നൻ്റ് ആവണമെങ്കിൽ കോപ്പുലേഷൻ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണ്. അത് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടക്കണ്ടേ. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ സ്പേമും ഓവവും ഒരേ സമയത്ത് ആംബുലയിലേക്ക് എത്തണം. സോ ഫോർ ഫെർട്ടിലൈസേഷൻ ബോത്ത് സ്പേം ആൻഡ് ഓവം നീഡ് ടു ബി സൈമൾട്ടാനിയസ്ലി ട്രാൻസ്പോർട്ടഡ് ടു ആംബുല. രണ്ടുപേരും ഒരേ സമയത്ത് ആംബുലയിലേക്ക് എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കോപ്പുലേഷനും പ്രഗ്നൻസിയിലേക്ക് നയിക്കില്ല. ഓക്കെ അല്ലേ മക്കളെ? നൗ ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. ഈ ഡയഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ,
ഓവത്തിന് ചുറ്റുമുള്ള മെംബ്രെയിനാണ് സോണ പെല്ലൂസിഡ. ആ സോണ പെല്ലൂസിഡയും ഓവത്തിൻ്റെയും ഇടയിലുള്ള സ്പേസാണ് പെരിവിറ്റലൈൻ സ്പേസ്. ഇനി ഇവിടെ ചില സെല്ലുകളുണ്ട് സോണ പെല്ലൂസിഡയിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സെൽസ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ. എന്താ വിളിക്കുക? സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ എന്നാണ് അവരെ വിളിക്കുക. അപ്പോൾ NCERT ഡയഗ്രാമാണ് മാർക്ക് ചെയ്യാൻ ചോദിക്കും. സോണ പെല്ലൂസിഡയുടെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് പ്രിവെൻറ്റ് പോളിസ്പെർമി, അതായത് ഒരു ഓവത്തിലേക്ക് ഒന്നിലധികം സ്പേമുകൾ കയറാൻ പറ്റില്ല. അതിനെ ആര് തടയും കുട്ടികളെ? പോളിസ്പെർമിയെ ആര് തടയും? സോണ പെല്ലൂസിഡ തടയും. ഇറ്റ് പ്രിവെൻറ്റ് പോളിസ്പെർമി. നൗ സം സ്റ്റേജസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ഒക്കെ തന്നിട്ട് ഈ സെല്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. നോക്കൂ, സൈഗോട്ട് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ എന്താ വിളിക്കുക? ബ്ലാസ്റ്റോമിയർ. 8 മുതൽ 16 ബ്ലാസ്റ്റോമിയറുള്ള അവസ്ഥ എന്താ വിളിക്കുക? മോറൂല. ദെൻ 32ഓളം സെല്ലുകളുള്ള ബ്ലാസ്റ്റോമിയറുള്ള അവസ്ഥയാണെന്ത്? ബ്ലാസ്റ്റോസിസ്റ്റ്. അതിൽ 2 ലെയർ ഓഫ് സെൽസ് എന്താ? ഔട്ടർ ലെയർ ഈസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ സെൽ മാസ്. ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഇറ്റ് അറ്റാച്ചസ് ടു എൻഡോമെട്രിയം. കണ്ടോ, വിച്ച് ലെയർ അറ്റാച്ചസ് ടു എൻഡോമെട്രിയം? ട്രോഫോബ്ലാസ്റ്റ് ആണ് എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യുക. ആ പ്രോസസ്സിൻ്റെ പേരെന്താ? അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് ഇംപ്ലാന്റേഷൻ അല്ലേ? അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് നമ്മളോട് ചോദിക്കും, ഇംപ്ലാന്റേഷൻ. തീർന്നടാ മക്കളെ. നോക്ക്, ദെൻ ഒരു സ്ത്രീയിൽ HCG ഉണ്ടെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷീ ഈസ് പ്രഗ്നൻറ്റ്. വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് HCG? എവിടെ നിന്നാണ് HCG വരുന്നത്? പ്ലാസൻ്റയിൽ നിന്ന്. പ്ലാസൻ്റയുടെ മറ്റു ഹോർമോണുകൾ എന്താ? HCG ഉണ്ടാക്കുന്നുണ്ട്, HPL ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും പ്ലാസൻ്റയുടെ ഹോർമോണാണ്. HCGയുടെ ഫുൾ ഫോം ചോദിക്കും. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ. HPL ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ. സെറ്റല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ചോദ്യം നോക്ക് നിങ്ങൾ. മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് മന്തിൽ ഹാർട്ട് രൂപപ്പെടുന്നു. അങ്ങനെ പഠിച്ചേക്ക് സിംപ്ലി. ഹാർട്ട് രൂപപ്പെടുന്നു. സെക്കൻഡ് മന്ത് ലിംബ് ആൻഡ് ഡിജിറ്റ്, കൈകാലുകളും വിരലുകളും ലിംബ് ആൻഡ് ഡിജിറ്റ് രൂപപ്പെടും. 5-ാം മാസത്തിൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ അനക്കം, ഫസ്റ്റ് മൂവ്മെൻറ്റ്. 6-ാം മാസത്തിൽ ഐലിഡ് സെപ്പറേറ്റ് ആൻഡ് ഐലാഷസ് ഫോംഡ്. കണ്ണിൻ്റെ പോളകൾ തുറക്കും. കൺപോളകൾ തുറക്കുകയും അതായത് അടഞ്ഞിരിക്കുക ചെയ്യുക. അത് സെപ്പറേറ്റ് ആയി 2 പീസായിട്ട് ഓപ്പൺ ചെയ്യും. അവിടെ കൺപീലികൾ ഉണ്ടായി വരികയും ചെയ്യും. സോ ദാറ്റ്സ് ഇൻ ദ 6th month. ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മിൽക്ക് കൊളസ്ട്രോം. ഇറ്റ് ഗിവ് ഇമ്മ്യൂണിറ്റി ടു ദ ബേബി അല്ലേ? കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോം. നോ, ആംനിയോസെൻറ്റസിസ് എന്താണ് കുട്ടികളെ? കുഞ്ഞ് ജീവിക്കുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡിലാണ്. അതിനകത്ത് കുഞ്ഞിൻ്റെ സെല്ലുകൾ ഉണ്ടാകും. സോ ഇൻ ആംനിയോസെൻറ്റസിസ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് ആൻഡ് ഫീറ്റൽ ക്രോമസോംസ് ആർ അനലൈസ്ഡ്. കുഞ്ഞിൻ്റെ ക്രോമസോമുകൾ നോക്കുന്നു. ഇതിൻ്റെ യൂസുകൾ എന്താ? ഒന്ന്, കുഞ്ഞിൻ്റെ ക്രോമസോം നോക്കി കുഞ്ഞിൻ്റെ സെക്സ് ഏതാണെന്ന് അറിയാൻ പറ്റും, സെക്സ് ഡിറ്റക്ഷൻ. 2, കുഞ്ഞിൻ്റെ ക്രോമസോമിൽ തകരാറുണ്ടോ എന്ന് അറിയാൻ പറ്റും. സോ ഡിറ്റക്ഷൻ ഓഫ് സെക്സ്, ഡിറ്റക്ഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡർ, 2 കാര്യങ്ങൾക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തതിൻ്റെ കാരണം എന്താ? ഇറ്റ് വാസ് മിസ്യൂസ്ഡ്. കാരണം ഇത് ഫീമെയിൽ കുട്ടിയാണെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിനെ, ആ ഫീറ്റസിനെ കൊന്നുകളയുമായിരുന്നു അബോർഷനിലൂടെ. സോ അത് തടയാൻ വേണ്ടി വൈ ഇറ്റ് ഈസ് ബാൻഡ്? ടു പ്രിവെൻറ്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്. നമ്മുടെ രാജ്യത്തെ ഫീമെയിൽ ഫീറ്റസുകളുടെ കൊലപാതകങ്ങൾ അല്ലേ, ഫീമെയിൽ ഫീറ്റിസൈഡ് തടയാൻ വേണ്ടിയിട്ടാണ്. നോ, മെൻഷൻ 2 പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ഇന്ത്യ ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എന്താ? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും RCH പ്രോഗ്രാമും. RCHൻ്റെ ഫുൾ ഫോം ഇത് 2 മാർക്ക് ഷുവറാ. നമ്മുടെ രാജ്യത്തെ 2 പദ്ധതികൾ, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, RCH പ്രോഗ്രാം. RCHൻ്റെ ഫുൾ ഫോം എന്താ? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. എന്നാ മക്കളെ? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. MMR IMRൻ്റെ ഫുൾ ഫോം മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റും. IUDയുടെ ക്ലാസിഫിക്കേഷൻ നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്. നോൺ മെഡിക്കേറ്റഡിൻ്റെ എക്സാമ്പിളാണ് ലിപ്പീസ് ലൂപ്പ്. കോപ്പർ റിലീസിങ് കോപ്പർ T, കോപ്പർ 7 മൾട്ടിലോഡ് 375. ഹോർമോൺ റിലീസിങ് LNG20 പ്രൊജസ്റ്റാസേർട്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? അതിലെ കോപ്പർ അയോണിൻ്റെ പ്രത്യേകത എന്താ? കോപ്പർ അയോൺ സപ്രസ് സ്പേം മോട്ടിലിറ്റി അല്ലേ? സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യുകയും മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി, സ്പേമിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയെ, ഇത് രണ്ടിനെയും സപ്രസ് ചെയ്യുന്ന ആളാണ് അല്ലേ മക്കളെ? ദെൻ അടുത്ത ചോദ്യം, വൈഡ് റേഞ്ച് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഏറ്റവും സൈഡ് എഫക്റ്റ് കുറവുള്ള മെത്തേഡ് ഏതാ? നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് കുറേ നിങ്ങൾക്കറിയാം. ലാക്ടേഷണൽ അമനോറിയ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻ്ററപ്റ്റസ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതിയാൽ ഏറ്റവും സൈഡ് എഫക്റ്റ് കുറവുള്ള അതാണ്. നൗ ഒരു ലാസ്റ്റ് ടെർമിനൽ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ. പരീക്ഷ
പരീക്ഷയ്ക്ക് ചോദിക്കും സർജിക്കൽ മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താന്ന് ചോദിക്കും. സോ യു ഹാവ് ടു സേ സ്റ്റെറിലൈസേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഏതായാലും അതാണ് ടെർമിനൽ മെത്തേഡ്. മെയിലിൻ്റെ കേസിൽ ട്യൂബെക്ടമി, ഫീമെയിലിൻ്റെ കേസിൽ ട്യൂബെക്ടമി, മെയിലിൻ്റെ കേസിൽ എന്താണ് മക്കളെ, വാസെക്ടമി ആണ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തൊക്കെയാണ് ഇൽ എഫക്ട്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്? നോസിയ, ഓക്കാനം ഉണ്ടാകാം, വയറുവേദന ഉണ്ടാകും. ഓക്കാനവും വയറുവേദനയൊക്കെ ഈ പിൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും ഉണ്ടാവും. നോ, ഇതിൽ ഏത് STI ആണ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ക്യൂർ ചെയ്യാൻ പറ്റാത്തത് ഏതാ? എച്ച് വെച്ച് തുടങ്ങുന്ന ആൾക്കാർ, എച്ച് വെച്ച് തുടങ്ങുന്ന 3 ആൾക്കാർ അല്ലേ. 1 HIV ക്യൂർ ചെയ്യാൻ പറ്റില്ല, 2 ഹെപ്പറ്റൈറ്റിസ് B ക്യൂർ ചെയ്യാൻ പറ്റില്ല, 3 ഹെർപ്പിസ് അല്ലേ, ജെനൈറ്റൽ ഹെർപ്പിസ് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത എന്താ കുട്ടികൾ? ഡിസീസ് ഓർ ഇൻഫെക്ഷൻസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്സ്, അതിനാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. റൈറ്റ്, എനി 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള 2 മെഷേഴ്സ് വെച്ച്, ഒന്ന് അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അല്ലേ, അവരുമായിട്ടുള്ള സെക്സ് ഒഴിവാക്കുക. ഓൾവേസ് യൂസ് കോണ്ടം. ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ആൻഡ് ഗെറ്റ് ഈസി ട്രീറ്റ്മെൻറ്റ്. ഈ 3 കാര്യങ്ങൾ, അതിൽ ഈ 2 ഓർത്താൽ മതി. എപ്പോഴും കോണ്ടം യൂസ് ചെയ്യുക, അറിയാത്ത ആളുകളുമായിട്ട് സെക്സിൽ ഏർപ്പെടാതിരിക്കുക. നോക്കൂ, ഇനി നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVFൻ്റെ ഫുൾ ഫോം ചോദിക്കും. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അതിനെ കോമൺലി വിളിക്കുന്നത്, ആ ഒരു പ്രോഗ്രാമിന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പേരെന്താ? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം അല്ലേ, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നാണ് വിളിക്കുക. ഇതിലെ എംബ്രിയോ ട്രാൻസ്ഫർ, ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ നമ്മൾ സൈഗോട്ട് ഉണ്ടാക്കി, ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലൂടെ സൈഗോട്ട് ഉണ്ടാക്കിയാൽ പിന്നീട് അതിന് എംബ്രിയോ ട്രാൻസ്ഫർ നടത്തേണ്ടതുണ്ട്. ആ എംബ്രിയോ ട്രാൻസ്ഫർ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ, 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് അതിനെ പറഞ്ഞേക്കാം. അപ്പോൾ സിഫ്റ്റ് അല്ലേ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ യൂട്രസിലേക്ക് പറഞ്ഞേക്കും. ദെൻ വി കോൾ ഇറ്റ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വിളിക്കുക. നൗ ART എന്താ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. നൗ ഇന്നബിലിറ്റി ഓഫ് മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് ഫീമെയിൽ, അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ട്. ഈ 2 കേസിലും നമ്മൾ ചെയ്യുന്നത് എന്താണ് കുട്ടികളെ? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് ചെയ്യുന്നത്. നൗ ഫീമെയിലിന് ഓവ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ബാക്കിയൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്യും. വാട്ട് ഈസ് ഗിഫ്റ്റ്? ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലേ. അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫുൾ ഫോം ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതകൾ എന്താ? ഇത്തരത്തിലുള്ള മോണോ ഹൈബ്രിഡ് ക്രോസുകൾ കാണിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അതിൽ ട്രൂ ബ്രീഡിംഗ് ടോളും ഡോർഫും ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ടീനെ പേരൻ്റ് ആയിട്ട് എടുക്കുന്നു, സ്മോൾ ടീനെ എടുക്കുന്നു. ട്രൂ ബ്രീഡിംഗ് വയലറ്റും വൈറ്റും ആണെങ്കിൽ ക്യാപിറ്റൽ W വയലറ്റും, സ്മോൾ w വൈറ്റും ആക്കിക്കൊണ്ട് ക്രോസ് ചെയ്യുന്നു. എനിവേ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തുണ്ടാക്കിയ 2 ലോകൾ ചോദിക്കാം. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ. ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ഈ 2 ലോകളാണ്. ദെൻ പലപ്പോഴും ഒരു ചൈൽഡിൻ്റെ നമ്മളോട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മളോട് പറയാണ്, ഒരു റെഡ് പ്ലാന്റും അതേപോലെ തന്നെ വൈറ്റ് പ്ലാന്റും കൂടെ ക്രോസ് ചെയ്തു, F1 ജനറേഷൻ പിങ്ക് ആയിരുന്നു. ഈ ക്രോസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെന്ന് പറയും അല്ലേ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെന്ന് പറയും നമ്മൾ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അതിൻ്റെ ഉദാഹരണം എന്താ? ഫ്ലവർ കളർ ഇൻ ആൻറ്റി റൈനം ചെടിയിലെ ഫ്ലവർ കളറാണ് അതിൻ്റെ എക്സാമ്പിൾ. ഫ്ലവർ കളർ ഇൻ ആൻറ്റി റൈനം അല്ലെങ്കിൽ സ്നാപ്പ് ഡ്രാഗൺ, 2 ഒന്ന് തന്നെ അല്ലേ. സോ ഈ ആൻറ്റി റൈനം ചെടിയിലെ ഫ്ലവർ കളറാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇതിൽ F2 ജീനോടൈപ്പിക് റേഷ്യോയും ഫീനോടൈപ്പിക് റേഷ്യോയും എന്താണ്? 1:2:1 ആണ്. സോ ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇനി കോ ഡോമിനൻസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് വരിക. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O എന്ന് പറയുമ്പോൾ സ്മോൾ ഐ, അച്ഛൻ A ഗ്രൂപ്പ് ആണെന്ന് ഈ ചോദ്യത്തിൽ പറയുന്നു, അമ്മ B ഗ്രൂപ്പ് ആണെന്ന് പറയുന്നു. കുഞ്ഞിൻ്റെ സ്മോൾ ഐയിലെ ഒരെണ്ണം അമ്മയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഒരു സ്മോൾ ഐ ഉണ്ട് നമുക്ക് ഉറപ്പിക്കാം. ദെൻ അമ്മ B ആവണമെങ്കിൽ അമ്മ എന്തായിരിക്കണം? IB സ്മോൾ ഐ ആയിരിക്കണം. കുഞ്ഞിൻ്റെ ഒരു സ്മോൾ ഐ അച്ഛനിൽ നിന്നായിരിക്കണം കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. ഒന്ന് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അമ്മയിൽ നിന്നുമാണല്ലോ വരേണ്ടത്. അച്ഛൻ A ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഒരു സ്മോൾ ഐ ഉണ്ട്, അപ്പോൾ മറ്റേതെന്തായിരിക്കും? IA ആയിരിക്കും. അപ്പോൾ അച്ഛൻ്റെ, അമ്മയുടെ, കുഞ്ഞിൻ്റെ ഒക്കെ എന്ത് കിട്ടി കുട്ടികളെ? നമുക്ക് ജീനോ ടൈപ്പുകൾ കിട്ടി. സോ ഈ ഒരു ടൈപ്പ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത് വരുന്നൊരു ചോദ്യം എന്താ? അച്ഛൻ A ഗ്രൂപ്പ്, അമ്മ B ഗ്രൂപ്പ്, കുഞ്ഞ് ഏതൊക്കെ ഗ്രൂപ്പ് ആവാം? അപ്പോൾ നിങ്ങൾ അച്ഛനെ IA സ്മോൾ ഐയും അമ്മയെ IB സ്മോൾ ഐയും ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞ് A ഗ്രൂപ്പ് ആവാം, B ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ടാവാം, AB ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ടാകാം, O ഗ്രൂപ്പുള്ള കുഞ്ഞുണ്ടാവാം, 4 ഗ്രൂപ്പുള്ള കുഞ്ഞും ഉണ്ടാകാമെന്ന് നിങ്ങളിത് കറക്റ്റ് ഒന്ന് നിങ്ങളിതിൻ്റെ ക്രോസ് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാകും. അടുത്ത് നോക്കൂ കുട്ടികളെ, ഡ്രോസോഫിലയെ തോമസ് ഹണ്ട് മോർഗാൻ ഡ്രോസോഫിലിനെ യൂസ് ചെയ്യാനുള്ള കാരണം ഈസി ടു ഗ്രോ ഇൻ ലാബിൽ വളർത്താൻ എളുപ്പമാണ്. സിംഗിൾ മേറ്റിംഗ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിംഗ്. ഒരു സിംഗിൾ മേറ്റിംഗ് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും. ദെൻ ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. 2 ആഴ്ച കൂടുമ്പോൾ തന്നെ പുതിയ തലമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഷോർട്ട് ലൈഫ് സൈക്കിൾ അല്ലേ. ഇനി നമ്മളോട് ഒരു പക്ഷേ ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യം എന്താ? ക്രോമസോം മാപ്പ്. ആരാണ് ക്രോമസോം മാപ്പിൻ്റെ കോൺസെപ്റ്റ് ആരാണ് കണ്ടുപിടിച്ചത് എന്ന് നമ്മളോട് ചോദിച്ചേക്കാം. അതാണ് ആൽഫ്രഡ് സ്റ്റുർട്ടിവെൻ്റ്. ഈ മോർഗാനിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള, മോർഗാനിൻ്റെ ഈ എക്സ്പെരിമെൻ്റ് നടന്നപ്പോൾ മോർഗാനിൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റുർട്ടിവെൻ്റ് ക്രോമസോം മാപ്പിൻ്റെ കോൺസെപ്റ്റ് ഉണ്ടാക്കുകയുണ്ടായി. ദെൻ ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റിയുള്ള ആനിമൽ ഏതാ? ബേർഡാണ്. ബാക്കി എല്ലാവരും എന്താണ്? മെയിൽ ഹെറ്റിറോഗാമിറ്റിയാണ്. മെയിൽ ഹെറ്റിറോഗാമിറ്റിയാണ് ബാക്കി എല്ലാവരും. ഓക്കെ അല്ലേടാ മക്കളെ. നൗ ലുക്ക്,
നമ്മളുടെ കേസ് നമ്മൾ മെയിൽ ഹിറ്ററോഗാമിറ്റിയുടെ ഉദാഹരണമാണ്. അപ്പോൾ നമ്മളിൽ സെക്സ് ഓഫ് ഓഫ് സ്പ്രിങ് തീരുമാനിക്കുന്ന മെയിലാണ്. ഹിയർ ദ സെക്സ് ലുക്ക് നമ്മളോട് ചോദിക്കുക, ഫാദറാണ് കുഞ്ഞിൻ്റെ സെക്സ് തീരുമാനിക്കുന്നത്, ഡു യു എഗ്രി? നമ്മൾ എഗ്രി ചെയ്യേണ്ട. അതിൻ്റെ കാരണം എഴുതാൻ പറയുമ്പോൾ നോക്കൂ, ഫീമെയിലിൽ XX ആയതുകൊണ്ട് തന്നെ അവരെങ്ങനെ പോയാലും മൂജനിസിസിലൂടെ ഒരൊറ്റ ടൈപ്പ് ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫീമെയിൽ ഓൾവേസ് പ്രൊഡ്യൂസ് എ സിംഗിൾ ടൈപ്പ് ഓഫ് ഓവം, ദറ്റ് ഈസ് ഓൾ ഓവം കണ്ടെയ്ൻ X chromosome. Now male through gametogenesis male can produce two different types of gamete, two different type of sperms, one containing X and another type containing Y. So if this sperm containing X chromosome fuses with ovum, the fetus അല്ലെങ്കിൽ the offspring become female. When the sperm containing Y chromosome fuse with ovum, the offspring become male. Clear അല്ലേ കുട്ടികളെ? അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്സ് ഓഫ് ഓഫ് സ്പ്രിങ് തീരുമാനിക്കുന്നത് മെയിലാണ്. എന്താണ് മെന്റലിയൻ ഡിസോർഡർ? ഡിസോർഡർ ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓഫ് എ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്ന രോഗത്തെയാണ് മെന്റലിയൻ ഡിസോർഡർ എന്ന് വിളിക്കുക. ഫീനൈൽ കീറ്റോണ്യൂറിയ എന്താണ്? ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്നറിയപ്പെടുന്ന രോഗമാണ്. ഫീനൈൽ കീറ്റോണ്യൂറിയയുടെ കാരണം എന്താ? ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിൻ്റെ ഡെഫിഷ്യൻസിയാണ്. നോക്കൂ, നമ്മുടെ ബോഡിയിൽ ഫീനൈൽ അലാനിൻ തൈറോസിനായി മാറുന്ന റിയാക്ഷൻ, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അതിൻ്റെ ഡെഫിഷ്യൻസി അത് ബോഡിയിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു ദിസ് ഫീനൈൽ കീറ്റോണ്യൂറിയ. ഇനി നോർമൽ ആൻഡ് അബ്നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ നമ്മളോട് ചോദിക്കും. നോർമൽ ബീറ്റാ ഗ്ലോബിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഇഫ് വാലിൻ, നോക്കൂ വാൽ എന്ന് പറഞ്ഞാൽ വാലിൻ, ഇഫ് വാലിൻ ഈസ് പ്രസൻറ്റ് അറ്റ് 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ, ബീറ്റാ ഗ്ലോബിൻ പ്രോട്ടീനിൻ്റെ 6ാമത്തെ പൊസിഷനിൽ വാലിൻ വന്നാൽ ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ ഉള്ള ബീറ്റാ ഹീമോഗ്ലോബിൻ ആണത്. ക്ലിയർ അല്ലേ കുട്ടികൾ? അപ്പോൾ അത് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നൗ നമ്മളോട് പെഡിഗ്രിയിലെ കംപ്ലീറ്റ് സിംബൽസ്, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് മെയ്റ്റിംഗ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് മെയിൽ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഫീമെയിൽ. ഒരു റോംബോയിഡ് ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് സെക്സ് അൺസ്പെസിഫൈഡ്. ദെൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. നൗ നിങ്ങൾക്കൊരു പെഡിഗ്രി തരികയാണ്. ഒരു കാരിയർ മദറിൽ നിന്ന് അഫക്റ്റഡ് സണ്ണിന് കിട്ടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസുകളാണ്. ഏതാണ്? സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസുകളുടെ 2 ഉദാഹരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഹീമോഫീലിയ അല്ലേ, ഒരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. രണ്ടെന്താ? കളർ ബ്ലൈൻഡ്നെസ്, മറ്റൊരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസിൻ്റെ ഉദാഹരണങ്ങൾ ചോദിച്ചാൽ അതും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നൗ ഫൈനൽ തിങ് നോക്കൂ, ഈ സിൻഡ്രോമുകൾ, ക്ലിൻഫെൽട്ടേഴ്സ് സിൻഡ്രോമിൻ്റെ ജീനോടൈപ്പ് എന്താ? 44A+XXY. അതിൽ ആളെന്തായിരിക്കും? സ്റ്റെറൈൽ മെയിലായിരിക്കും. അയാൾക്ക് എന്തുകൂടി ഉണ്ടാവും? ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. വാട്ട് ഈസ് ഗൈനക്കോമാസ്റ്റിയ? ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഇൻ മെയിൽ. മെയിലിൽ മാറിടങ്ങൾ വളരുന്ന അവസ്ഥയാണ് ഗൈനക്കോമാസ്റ്റിയ. ദെൻ ടേണേഴ്സ് സിൻഡ്രോം 44A+X0 ആണ് അതിൻ്റെ ജീനോടൈപ്പ്. സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. റുഡിമെൻ്ററി ഓവറി ആയിരിക്കും അല്ലേ? ഓവറി പൂർണ്ണ വളർച്ച എത്തൂല. അതുപോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും. അടുത്ത കാര്യം എന്താ കുട്ടികൾ? ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 21. അങ്ങനെ പറഞ്ഞാൽ 45 ഓട്ടോസോം, 21ാമത്തെ പെയറിൽ ഒരെണ്ണം അധികം വരിക. സോ 44 ഓട്ടോസോം പ്ലസ് XX. അപ്പോൾ പെൺകുട്ടി, ഡൗൺ സിൻഡ്രോമുള്ള പെൺകുട്ടി. അല്ലെങ്കിൽ 45 ഓട്ടോസോം പ്ലസ് XY ആകുമ്പോൾ ഡൗൺ സിൻഡ്രോമുള്ള ആൺകുഞ്ഞ്. ഓക്കെ, മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാലുള്ള ഹാർട്ട് രോഗം ഉണ്ടാവും. ഹാർട്ട് ഡിസീസ് ഉണ്ടാകും. ദെൻ ഷോർട്ട് സ്റ്റാച്ചർ, നീളം കുറവായിരിക്കും. ഷോർട്ട് സ്റ്റാച്ചർ, നീളം കുറവായിരിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഫറോഡ് ടങ്ക്, നാവിൽ കുറേ കുഴികളൊക്കെ ഉണ്ടാവും. ഫറോഡ് ടങ്ക്, നാവാകെ എന്താ, ഇവരുടെ നാവ് നോക്കിയാൽ നാവിൽ ഇങ്ങനെ 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 കുഴിഞ്ഞിട്ടൊക്കെയുള്ള ഒരു പ്രത്യേക, ഒരു വലിയ കാണാൻ രസമില്ലാത്തൊരു ടൈപ്പ് ഓഫ് നാവായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. സോ ദീസ് ആർ ഓൾ അബൌട്ട് എ ഡിസ്കഷൻ. മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ ചെയ്യുന്ന വീഡിയോ ആണ്, ബട്ട് ഐ ബിലീവ് ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ എക്സാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ, ലൈവ്സ്, എവറിത്തിങ് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. സോ ലവ് യു ഓൾ, ബൈ.